തൊണ്ടന്റെ ഒരു പൂതി. ഇങ്ങനെ ചിരിക്കണ്ടട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തിന്? എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെങ്കില് ആരെങ്കിലും അറിഞ്ഞാൽ എന്താ എൻ്റെ ആയിഷ? നീ എൻ്റെ പെണ്ണാ, എൻ്റെ മാത്രം പെണ്ണ്, എൻ്റെ സുന്ദരി പെണ്ണെ. അയാൾ നിന്റെ മൊഞ്ചു കണ്ട് കൊതിച്ചു പോയെങ്കിലേ അതിനയാളെ കുറ്റം പറയാൻ പറ്റില്ല. നിന്നെ കണ്ട് ആരും കൊതിച്ചു പോകും. തൊണ്ടച്ചൻ പാറയ്ക്ക് നമ്മുടെ ഇഷ്ടം അറിയാം. ഈ കുന്നുംപുറത്തിനും കുന്നോത്ത് പറമ്പിനും നമ്മുടെ പ്രണയത്തിന്റെ ആഴം അറിയാം. ആയിഷ മുന്നയുടെ പെണ്ണ, മുന്നയുടെ മാത്രം പെണ്ണ. ഒന്നും പേടിക്കണ്ട, അങ്ങനെ കയ്പിക്കുന്ന കാര്യം നമ്മൾ ഏറ്റു, ബേജാറ് വേണ്ട. പിന്നെ നമ്മളെ മോനെ ഗൾഫിൽ കൊണ്ടുവന്ന കാര്യം, ബിസിന്റെ കാര്യമൊക്കെ ഓക്കെയാണ്, അത് മതി. തളരരുത്, നട്ടുച്ച നേരത്ത് രണ്ടിനും ഭ്രാന്തളിയാ. ചോദിക്കാനും പറയാനും ആളില്ലെന്ന വിചാരം. നമ്മളെ കടന്നില് കരിയോന്ന് വെച്ചിട്ട് അവള് പോണത്. അങ്ങനെയൊന്നും ആ പഹയത്ത് കൈവിട്ട് പോവില്ലാന്ന് വയ്യുണ്ട്. എന്ത് വയ്യ? ഓല്ലാതെ ഞാൻ ജീവിക്കൂല, ഞാൻ മരിച്ചു കളയും. ബടക്കാക്കി തനിക്കാക്ക. എന്തെന്ന്? ബടക്കാക്കിയാല് തനിക്കാക്കാന്ന്. മുന്നയും ആയിഷയും പ്രേമത്തിലായേ. നീ പറയുന്നു. എല്ലാരും വരട്ടെ, നമ്മൾ ഈ രണ്ട് കണ്ണുകൊണ്ടും കണ്ടതല്ലേന്ന് തൊണ്ടച്ച പറയില്ലേ? അതിന്റെ മറവില് രണ്ടാളും കൂടി കെട്ടിപ്പിടിച്ച് നിക്കണ്. കാണാൻ പാടില്ലാത്ത ആ കണ്ട് ഞമ്മളെ കണ്ടപ്പോ എണീറ്റ് ഓടിക്കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ? എന്തായാലും ക്രമസമാധാനം തകരാൻ ഞാൻ സമ്മതിക്കൂല. ഗുരുമാലെ പറ്റിലെഴുതിക്കോ. കുഞ്ഞാലി ഒന്ന് വന്നേ. എന്തേനു അറിഞ്ഞിട്ടില്ല. ഓന് ഓടും തമ്മിൽ ഭയങ്കര ഇത്താന്ന്. നീ പറയുന്ന നേരാ. എനിക്കത് കളവറേണ്ട ആവശ്യം. ഓന് ഓടും തമ്മിൽ ഭയങ്കരമായിട്ട് പാടാം. ഞാൻ പറഞ്ഞേക്കാം, മാനം കളയാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന പുന്നാര മോള്. മതി മതി തച്ചത്. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. വിശ്വസിച്ചു പോയില്ലേ ഞാൻ. പുളിങ്ങമ്മില ചെക്കനെ പിടി. തൈപ്പറമ്പത്തെ പെണ്ണാ. വിവരറിഞ്ഞ പേരട്ടംസ വെറുതെ ഇരിക്കുവോ? ഇല്ല, പേരട്ടംസ വെറുതെ ഇരിക്കൂല, മുന്നയും വെറുതെ ഇരിക്കൂല. എന്തേ? പേരട്ടംസ കഥ അറിഞ്ഞാല് കണ്ടോളി ഇങ്ങള് കളി. പേരട്ടംസ അറിഞ്ഞാ എന്താ ചെക്കന്റെ മൂക്കൊണ്ട് ചെത്തുവോ? ഗുളിക.
പോയി തൊലയട്ടേന്ന് ഒരുക്കാക്കെന്റെ കെട്ടിയോളും മോളും. പോകഞ്ഞ കൊള്ളി പുറത്ത് ആയെന്നെ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? എങ്ങനെ പറഞ്ഞാൽ എന്താ, എനക്കാ വിഷയത്തിൽ താല്പര്യമില്ല. കെട്ടുന്നതാ ചെക്കനാ മുന്ന. ഓനാള് മിടുക്കനാ, പഠിപ്പുള്ളവനാ. അത്യാവശ്യം വായനശാലയിലും മറ്റും പോക്ക് വരവുണ്ട്. പോരാത്തതിന് ഉപ്പുപ്പാന്റെ പുന്നാര മോനും ആ തെരസരും കൂടിണ്ട്. അവരെല്ലാം നിങ്ങളെ ശത്രുക്കളാണല്ലോ. ഓൻ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞ ആയിഷേനെയും കൂട്ടി ഉപ്പാന്റെ സ്വത്തവകാശം ചോദിച്ചു വരില്ല എന്ന് വല്ല ഉറപ്പുണ്ടാ? അല്ല, നിങ്ങക്കെന്തായാലും ഇത്ര താല്പര്യം? നമ്മളെ കൂട്ടരോടുള്ള ഇഷ്ടം, പിന്നെ തൈപ്പറമ്പുകാരോടുള്ള ബഹുമാനവും. തൈപ്പറമ്പുകാരുടെ അഭിമാനം നോക്കണ്ടേ? മുന്നാന്ന് പേരുണ്ടായാൽ മാത്രമോ നമ്മളെ ആളാവോ? കുഞ്ഞിപ്പള്ളീൻ്റെ അടുന്ന് കളഞ്ഞു കിട്ടിയതല്ലോനാ, ഇങ്ങക്കൊന്നും ഓർമ്മയില്ല? ഞാൻ വേണ്ടത് ചെയ്തോളാം, നിങ്ങള് പോയിക്കോളി. വെലിഞ്ഞ വെലിഞ്ഞ തറവാട്ടിന്ന് പുറത്താക്കിയെങ്കിൽ ഈ പന്നി എന്റെ ഇക്കാ കൈമുട്ടിയാക്കന്റെ മോളാ. വേണ്ടാധീനം കാണിച്ച് കുടുംബത്തിന്റെ മാനം കളഞ്ഞാലേ ഓളത്തിക്കളഞ്ഞേ ഈർച്ചവാളുടെ മൂർച്ചള്ളങ്ങളെ നാവന്റെ അണ്ണാക്കിക്ക് ഇറങ്ങിപ്പോയോ ഒരു ഉമ്മിമോളും. ഞാൻ ചൂണ്ടിക്കാണിച്ചു തരുന്നവനെ കെട്ടിയാ മതി. ജന്തു എന്താണ്ടി തുറച്ചു നോക്കണ്? ഒന്നാളും ഞാൻ ഇല്ല അംസ, അംസ പോട്. അവൾ ആരുടെ കൂടെയും പോവൂല. വാക്കാണല്ലോ, അറിയാലോ അംസനെ. വണ്ടിറ എടാ ഇതിപ്പോ എപ്പാലും നാട്ടുകാരറിയും. ഇത് അതറിയും, കുറച്ച് നേരത്തെ അറിഞ്ഞെന്നങ്ങ് വിചാരിച്ചാൽ മതി. അത്രേ ഉള്ളു കാര്യം. നമ്മളില്ല എന്റെ കൂടെ. നീ പേടിക്കണ്ട, ഞങ്ങളില്ല കൂടെ. നീ ഒന്നും ഉണ്ടാക്കുന്നു. മുന്ന തല കണ്ടപ്പോഴേ ആരോ വലിച്ചെറിഞ്ഞൊരു ചെക്ക. തൈപ്പറമ്പിലെ പെണ്ണിനെ പയപ്പിക്കാൻ മാത്രം നീ അത്ര വലുതായി പോയില്ല. എനക്കുള്ള ഇഷ്ടാ, പക്ഷെ പഴപ്പിച്ചിട്ടില്ല. കരളിൽ കൊണ്ട് നടക്കുക ഇപ്പോഴും. എന്തെന്നാ നീ പറഞ്ഞേ? എന്തെന്നാണ്ടാ നീ പറഞ്ഞേ? ഏതാന്റെ മതം? ആരാന്റെ ബാപ്പ? ഏതാന്റെ മഹല്? ഹംസക്ക വെറുതെ വായി തോന്ന് വിളിച്ചു പറയല്ലേ. ഓ എന്നാ ചെങ്ങായിമാരൊക്കെ നല്ലോണം കേട്ടോൾടി. നാട് വിട്ടുപോയാ ഓനിക്ക് നല്ല, അല്ലാം കൂത്തിയാണ്ട് കൊല്ലും ഞാൻ. ഭീഷണിയൊന്നും വേണ്ട. ഇത് നമ്മളെ ചങ്ങായിയാ. ഈ ചങ്ങായിക്ക് വേണ്ടി നമ്മൾ മരിക്കും. വേടാ ഓരിടാ മുന്നേ ഓലക്ക പറഞ്ഞു. ഇവനുണ്ട് നമ്മളെ പേടിപ്പിക്കും. ഈട മതും ജാതിയെല്ലാം ഉണ്ടായിക്കോട്ടെ, പക്ഷെ മനുഷ്യനെക്കാളും വലുതായി പോറ്. ഇതൊരു നടക്കൊന്നും തീരും തോന്നില്ല. ഒരു പണി കണ്ട് കൊടുക്കേണ്ടി വരും. ചെയ്യാക്ക വണ്ടിട്.